യെസ്, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ വീഡിയോ വണ്ണിനൊപ്പം ചേരുകയാണ്. ഡൽഹിയിൽ ധനസമൂദാണ് കെ.സിയുമായി സംസാരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ, വാഗ്വാദങ്ങളൊക്കെ പാർലമെന്റിൽ അരങ്ങേറിയതാണ്. ഇന്ന് പാർലമെന്റിൽ എന്ത് നിലപാടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുക എന്നൊക്കെ കെ.സി. വേണുഗോപാൽ പറയും എന്നാണ് നമ്മൾ കരുതുന്നത്. ധനസമൂദ് കെ.സിയുമായി സംസാരിക്കും. ഇപ്പോൾ ഇന്നലെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്നലെ ഉന്നയിച്ചത്. കാരണം രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ ബുക്കിനെ കുറിച്ച് പറയാനല്ല ഞങ്ങൾ വന്നത്, പക്ഷേ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ക്രമപ്രശ്നം ഉയർത്തിയ പ്രശ്നം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ല, സത്യത്തിൽ നമ്മുടെ പാർലമെന്റ് ഡെമോക്രസിയുടെ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു വശമാണ് ഇന്നലെ ദൃശ്യമായത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾക്കൊള്ളുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഭരണപക്ഷത്തിന് ഗവൺമെൻറ് കാര്യങ്ങൾ നടത്താനുള്ളതും പ്രതിപക്ഷത്തിന് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഉള്ളതാണ് സഭ എന്ന് പറയുന്നത്. ഇന്നലത്തെ വിഷയം നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്. എന്താണ് സത്യം? തേജസ്വി സൂര്യ പ്രസംഗിക്കുമ്പോൾ വളരെ വൾഗറായിട്ടുള്ള ഭാഷയിൽ കോൺഗ്രസിനെതിരായിട്ട് രാജ്യസ്നേഹം ഇല്ലാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വളരെ വ്യക്തമായിട്ട് ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കാനല്ല, വേറൊരു രീതിയിലുള്ള പ്രസംഗമായിരുന്നല്ലോ അദ്ദേഹം തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം നമ്മുടെ ആർമി ചീഫ് നരവാനയുടെ ആത്മകഥയിലുണ്ടായിരുന്ന പുസ്തകം കാരവൻ മാസികയിൽ വന്നത് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണത്. ആ ആർട്ടിക്കിൾ കോട്ട് ചെയ്തിട്ട് പുസ്തകത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയാം. ഇത് സാധാരണഗതിയിൽ പാർലമെന്റിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എത്ര ആർട്ടിക്കിൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്, എത്രയോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ വായിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോഴൊന്നും ഇല്ലാത്ത നിയമവിലക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മാത്രമല്ല അവർ പറയുന്ന റൂൾ 349 എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സഭയിൽ നടക്കുന്ന ബിസിനസ്സുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പുസ്തകത്തിനെടുത്ത് കോട്ട് ചെയ്തതാണ്. സഭയിൽ എന്താ ഇന്നലെ ബിസിനസ്? രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ച. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ തന്നെ ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇൻ്റേണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് വ്യോമസേനാ മേധാവി പുസ്തകത്തിൽ എഴുതിയ കാര്യം പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറയുന്നത് എന്ത് നിയമമാണ്? അതാണ് ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ചട്ടവിരുദ്ധമല്ല. സ്പീക്കർ തന്നെ സത്യത്തിൽ മിസ്കോട്ട് ആദ്യ ഭാഗം മാത്രം വായിച്ച്, റൂളിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിച്ച് അവസാന ഭാഗം വായിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ ഇത്രയും ഭീരുക്കളാണ് അവർ രാജ്നാഥ് സിംഗും അമിത്ഷായും പ്രധാനമന്ത്രിയുടെ പിന്തുണയോടുകൂടി മറ്റ് മന്ത്രിമാരും എല്ലാവരും കൂടെ എന്തിനാണ് ഇത്രയും വലിയ ധൈര്യമുള്ള 54 ഇഞ്ച് ഉള്ള ആൾ എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് തെറ്റുണ്ടെങ്കിൽ മറുപടി പറയണം. നിങ്ങൾ ഇതല്ല ശരി, നിങ്ങൾക്ക് മറുപടി പറയാൻ അവസരമുണ്ടല്ലോ. ആ മറുപടി പറഞ്ഞതിന് പകരം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനേ പാടില്ല. പിന്നെ രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അമിത്ഷായും രാജ്നാഥ് സിംഗുമാണോ? അവർ തീരുമാനിച്ചാൽ പ്രസംഗിക്കുന്ന ആളാണോ രാഹുൽ ഗാന്ധി? അപ്പോൾ ഇത് വ്യക്തമാണ്. അവരുടെ നിലപാട് എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്. വലിയ ദേശീയത പറയും, രാജ്യസുരക്ഷയിൽ ഞങ്ങളാണ് മുമ്പിലെന്ന് പറയും. പക്ഷേ ആ രാജ്യസുരക്ഷയും ദേശീയതയും എടുത്ത് പുറത്ത് കാണിക്കുന്ന അതിൻ്റെ പൊള്ളയാണ് ഇവരുടെ വാദങ്ങൾ എന്ന് കാണിക്കുന്ന കൃത്യമായ വാചകങ്ങളാണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുകയാണ്. ഒരു നിർണായകമായ ഘട്ടത്തിൽ ശത്രുരാജ്യം ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് സൈന്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ 2 മണിക്കൂർ നിലനിൽക്കുക, അവസാനം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക, എല്ലാ ഉത്തരവാദിത്വവും സൈന്യത്തിന്റെ മേലെ കെട്ടിവെക്കുക. ഇതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം വളരെ ശക്തമായ തീരുമാനമെടുത്ത യുദ്ധമെങ്കിൽ മുന്നോട്ട് പോയി. അല്ല, ഇവിടെ പ്രസക്തമായ കാര്യം ഇവര് എപ്പോഴും പറയുന്നതാണ് ദേശസുരക്ഷ. മോഡി എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഞങ്ങൾ പറയുന്നതെല്ലാം ഖണ്ഡിക്കുന്നതിന് അതായിരുന്നു. അത് വെറും തട്ടിപ്പാണ്. ഇതൊക്കെ വെറും പ്രസംഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇവർ ഏറ്റവും വലിയ ഭീരുക്കളാണ് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ കാണുന്നത്. ഇത് പറയാൻ പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ഇത് പറയുന്ന അവസരമാണ് ഉണ്ടായത്. എന്തായിരിക്കും ഇതിന്റെ പ്രതിഷേധം? അല്ല, പ്രതിപക്ഷ നേതാവിന് പ്രസംഗിക്കണം. നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കാനുള്ള
ആ പ്രസംഗിക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സമയത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് അനധികൃതമായി പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കുമ്പോൾ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരല്ല. എന്ത് പ്രസംഗിച്ചാലും ആദ്യം പറഞ്ഞു പുസ്തകം കോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പുസ്തകം ഞങ്ങൾ കോട്ട് ചെയ്യുന്നില്ല, മാഗസിനാണ് കോട്ട് ചെയ്യുന്നത്. മാഗസിനും കോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മാഗസിനും അല്ല കോട്ട് ചെയ്യുന്നത്, ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുണ്ടായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞു. അതും പറയാൻ പാടില്ല. അപ്പോൾ ഇത് ഭീരുക്കളുടെ ഗവൺമെൻറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ സംഭവ വികാസങ്ങൾ. ഇപ്പോൾ തന്നെ ഈ നരേന്ദ്രമോദിയുമായി ട്രംപ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് കരാറ് നിലവിൽ വരികയെന്ന്. 0%. നിങ്ങൾ 2 കോളവും ഞാൻ കണ്ടു പത്രങ്ങളിൽ. ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ, മോദി പറഞ്ഞ കാര്യങ്ങൾ. ട്രംപാണ് പറയുന്നത് 0 അമേരിക്കൻ സാധനങ്ങൾക്ക് 0 നികുതി മാത്രമേ ഇന്ത്യ ചുരുത്തുള്ളൂ. നമ്മുടേത് 18 ആക്കുന്നു. മാത്രമല്ല റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പറ്റില്ല, വെനിസ്വേലയിൽ നിന്ന് വാങ്ങും. അപ്പം ഇന്ത്യയുടെ കണ്ടീഷനെല്ലാം തീരുമാനിക്കുന്നത് റഷ്യ തീരുമാനിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ആണെങ്കിൽ ഇത്രയും നല്ലൊരു പ്രസിഡന്റ് വേറെ ഇല്ല എന്നുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്ന ഇത്രയേറെ കീഴടങ്ങലില്ല ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇവരാണോ ദേശാഭിമാനം പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ പഞ്ചപുച്ഛമടക്കി പേടിച്ചു നിന്ന് എല്ലാം ആവശ്യപ്പെട്ടത് വഴങ്ങി കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് കാണുന്നത് ഈ കരാറിലൂടെ. ഇത് ചർച്ച ചെയ്യണ്ടേ? അപ്പം ഇവരുടെ പൊള്ളയായ മുഖം ജനം വലിച്ച് കീറുമെന്നുള്ള കാര്യം സംശയമില്ല. അതാണ് വരും ദിവസങ്ങൾ നടക്കാൻ പോകുന്നത്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു പ്രതിഷേധം എങ്ങനെയായിരിക്കും? അല്ല, ഞങ്ങൾ ഇന്നലെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചു. ബജറ്റ് പ്രസംഗങ്ങളിലും ഈ നന്ദി പ്രമേയ ചർച്ചയിലും ഇത് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ള സംശയം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വിധമാണ് ഈ ബജറ്റ് പ്രഖ്യാപനം. ഇന്നലെ റെയിൽവേ മന്ത്രി പറഞ്ഞ പോലും നമുക്ക് മനസ്സിലാകും ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി, ഒരു ബ്യൂറോക്രാറ്റ് എന്നതിൽ കേരളം നൽകിയ ഏറ്റവും വിലപ്പെട്ട ഒരു പുത്രനാണ് ശ്രീധരൻ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് മന്ത്രി സംസാരിച്ചു. ഇന്നലെ മന്ത്രി പറഞ്ഞത് അതിനകത്ത് ഉറപ്പ് അതിവേഗ റെയിൽ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ തയ്യാറല്ല. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള സംശയം, ഇത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 4 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഉറപ്പൊന്നും കൊടുത്തില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് അറിയാമായിരുന്നു, നേരത്തെ കേന്ദ്രമന്ത്രി ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ കേരളത്തെ അവഗണിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളത്തിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയിരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനവും രണ്ടും കേരളത്തോട് നീതി കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം പ്രതിപക്ഷം, കോൺഗ്രസ് വളരെ ശക്തമായ ഒരു സമര രംഗത്തേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് പ്രസംഗം തുടരും. പക്ഷേ BJP ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാവിധ ഭരണകൂട എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനും താൻ പറഞ്ഞ വാക്കുകൾ ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.